അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പാട്ട് വന്ന് എന്താ എല്ലാ പ്രിയപ്പെട്ട ആരാധകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി. ഇവിടെ ഇല്ല, ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ചേട്ടാ ഇത് ഒന്ന് അവിടെ പോയി ഇവിടെ പ്രോഗ്രാം തുടങ്ങി അവിടെ പോയിരുന്നു. എന്ത് ഇവിടെ ഞങ്ങൾ ഷോ തുടങ്ങി, അതാണ്. അപ്പം അതിന് ഞാൻ എന്താ വേണ്ടേ? നിങ്ങൾ ഇവിടെ ഒന്നും സംസാരിക്കില്ല, ഇടയിൽ കൂടെ ഒന്നും സംസാരിക്കില്ല ഇവിടെ. ഏടോ, ഞാൻ ഇവിടുത്തെ വിശിഷ്ടാതിഥിയാണ്, ഉദ്ഘാടകനാണ് ഞാൻ. ഉദ്ഘാടകൻ? ഇയാളിത് എന്താ, നിങ്ങൾ എങ്ങനെയാണ് വിശിഷ്ടാതിഥിയാവുക? ഉദ്ഘാടനമൊക്കെ വേറെ ആൾക്കാർ ചെയ്ത് പോയി ഇവിടെ. ഇയാരാ എന്നോട് പറയാ? ഇവര് വിളിച്ചതല്ലേ? ആര് വിളിച്ചേ? എന്നെ മറ്റേ സതീശൻ വിളിച്ചത് അവിടേക്ക്. സതീശേ? ഏതൊക്കെ സതീശൻ അറിയൂ? ഞാനിപ്പം കൂടുതലായിട്ട് എല്ലാവരുടെ ഉള്ളിലും നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറാ. മൂപ്പര് വിളിച്ചാടോ എന്നോട് കാണാനായിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ പങ്കെടുക്കണം, എനിക്ക് എത്തിപ്പെടാൻ പറ്റൂല, ഞങ്ങൾ പങ്കെടുക്കണം. ഇയാള് എന്ത് വിവരക്കേടാന്ന് പറയും. എന്ത് വിവരം? സതീശൻ സാറ് നിങ്ങളെ വിളിക്കുക അങ്ങോട്ട്. ഏടാ, ഓൻ ട്രൗസർ ഇട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുണ്ട്. അയ്യോ, വർത്താനം നിർത്തിക്കാളി. എന്ത് ഒരു 3 മാസമായിട്ടില്ല ഈ ചാട്ടം. എന്ത് വേറെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനോ? എനിക്കൊരൊറ്റ അതേ ഉള്ളൂ. ഞാൻ ഇന്ന് മാറുന്ന വ്യതിചലിക്കുന്ന പരിപാടിയേ ഇല്ല എനിക്ക്. ഞാൻ അന്നും ഒന്നും ഇതിലാണല്ലേ. ഏതില്? സതീശ് സാറ് പറഞ്ഞില്ല. എന്താ പറഞ്ഞ ഞങ്ങളോട്? എന്താ പറഞ്ഞ? ഞാൻ മൂപ്പര് ഈ സതീഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാന് വല്ലഭായി, മോത്തിലാല്, തിലകൻ, പിന്നെ ബാലങ്കേ നായരല്ല, പിന്നെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഇവനെ കൂട്ടും. എങ്ങോട്ട്? ചെറിയ ചെക്കനെ. ദണ്ഡിയാത്ര, വാഗൻ ട്രാജഡി, ഉപ്പ് സത്യാഗ്രഹം, ഇതിനൊക്കെ അവന്റെ കൂടെ പോരും. ഇത് സിനിമയാ? സിനിമയല്ലേടോ. സമരത്തിൽ ഇവന് ഈ സമരം കാണാൻ ഭയങ്കര ഇഷ്ടാ. സായന്ത്രം കിട്ടാൻ വേണ്ടിട്ട് എന്റെ കൂടെ ഇങ്ങനെ വരും. ഭയങ്കര താല്പര്യ. അന്നേ ഞാൻ മൂപ്പനോട് പറഞ്ഞു, മോനെ ഈ വലിയൊരു നിലയിലെത്തും, കേരളത്തിന്റെ ഒരു ഭരണത്തിന്റെ തലപ്പത്തെത്തും ചെയ്യുന്നു. അത് ശരി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്നേ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾ എടുത്തിട്ടുണ്ട്. ആരാന്റെ കുട്ടീന്റെ ബാപ്പയാവാ നിങ്ങളെ കഴിച്ചിട്ടേ ആളുള്ളൂ. എന്തിട്ടാ നിങ്ങൾ എന്തൊക്കെയാണ് ഇത് വിവരക്കേട്? വേറെ സംഗതി അറിയോ? എന്താണ്? മൂപ്പരെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ആദ്യം വിളിച്ച എന്നെയാ. എന്തിനെന്നോ? കണാരായിട്ട് നമ്മള് പറഞ്ഞ മാതിരിയൊക്കെ ആയിണ്ട്. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ലഹരിക്കെതിരാണ്ട് പോരാടിക്ക് ഓപ്പറേഷൻ തൂഫാൻ. അത് ഞാൻ പറഞ്ഞല്ലേ. എനിക്കറിയില്ല, മൂപ്പർക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയാൻ അറിഞ്ഞ എനിക്കറിയില്ല. ഓണ പരിപാടി ഓണാകുമ്പോ ഞാൻ ഒടുക്കത്തെ വിദ്യാഭ്യാസ പെട്ടെന്ന് നിന്നോട് ഡൽഹിയിലേക്ക് ചെല്ലേ. ഞാൻ ആടെ നടക്കാം. എന്താണ് സംഭവം? ഇതേമാതിരി കുറെ ആൾക്കാരുണ്ട് അവിടെ. എന്താ വെച്ചാല് ഷാജഹാന്റെ പെണ്ണുങ്ങൾക്ക് ഒരു പുര ഉണ്ടാക്കണം.